ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസൽ പി വൈക്യൂയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 57/2025 ഒരു അസിസ്റ്റൻറ്റ് വിമൻ പ്രിസൺ ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇനി വരുന്ന അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവരും തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഡിലീറ്റഡ് ആണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് 4 ഓപ്ഷനും കറക്റ്റാണ്. അപ്പം 4 ഓപ്ഷനും കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഡിലീറ്റ് ആക്കിയതെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ എന്തായാലും ഒന്ന് നോക്കാം. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അത് കറക്റ്റ്. ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. എന്നായിരുന്നു? 1916 ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്, അല്ലേ? അതും കറക്റ്റാണ്. എന്നായിരുന്നു? 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ഓക്കെ, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വർഷം ഏതായിരുന്നു? 1915 ജാനുവരി 9 ആയിരുന്നു, അല്ലേ? ജാനുവരി 9. അപ്പം 4 കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല, അതായിരിക്കണം ഡിലീറ്റ് ആയത്. ഇനി ചമ്പാരൻ സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തിയ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. വർഷം ഏതായിരുന്നു? 1917. ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ആരായിരുന്നു ആ വ്യക്തി? രാജ്കുമാർ ശുക്ലയായിരുന്നു. രാജ്കുമാർ ശുക്ല. ഓക്കെ, എന്നാൽ 1916 INCയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചതാരായിരുന്നു? ബിർജ് ബാബു കിഷോർ ആയിരുന്നു, അല്ലേ? ബിർജ് ബാബു കിഷോർ പ്രസാദ്. ഓക്കെ, ഇനി ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ബീഹാർ ജില്ലയിലാണ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത്. നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം, അല്ലേ? ഇനി തിങ്കതീയ സമ്പ്രദായം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് തിങ്കതീയ സമ്പ്രദായം. എന്തായിരുന്നു? കർഷകർ സ്വന്തം ഭൂമിയുടെ 3 ഭാഗവും ഭൂവുടമകൾക്കായി നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതമായ വ്യവസ്ഥയാണ് തിങ്കതീയ സമ്പ്രദായം എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, എന്തായിരുന്നു? കർഷകർ സ്വന്തം ഭൂമിയുടെ 3 ഭാഗവും ഭൂവുടമകൾക്കായി നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതമായ വ്യവസ്ഥയാണ് തിങ്കതീയ സമ്പ്രദായം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കിയേ. ശ്രീ ചട്ടമ്പി സ്വാമിയുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ സി ആണ് ശരി. 1, 2, 3 ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. ഇത് 3 ചട്ടമ്പി സ്വാമികളുടെ കൃതി. ആത്മോപദേശ ശതകം ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്, അല്ലേ? ശ്രീനാരായണ ഗുരു. നമുക്ക് ചട്ടമ്പി സ്വാമിയെക്കുറിച്ചൊന്ന് നോക്കിയാലോ. എന്നാണ് ചട്ടമ്പി സ്വാമിയുടെ ജന്മം എന്നാണ്? ജനിച്ച ദിവസം എന്നാണ്? 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമി ജനിച്ചത്. ഓക്കെ, എവിടെയായിരുന്നു? തിരുവനന്തപുരത്തെ കണ്ണമ്മൂല എന്ന സ്ഥലത്തായിരുന്നു, അല്ലേ? കണ്ണൻമൂല. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് പറഞ്ഞിരിക്കുന്ന കൃതികളെക്കുറിച്ചൊന്ന് നോക്കിയാലോ. പ്രാചീന മലയാളം. എന്തായിരുന്നു പ്രാചീന മലയാളം? പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയെന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണേത്? പ്രാചീന മലയാളം. എന്താണ്? പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയെന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന കൃതിയാണ് പ്രാചീന മലയാളം. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയും ഈ പ്രാചീന മലയാളം തന്നെയാണ്. ഇനി ആദിഭാഷ എന്താണ്? ആദിഭാഷ മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. എന്താണ്? മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് ആദിഭാഷ. ഓക്കെ, ഇനി വേദാധികാര നിരൂപണം. എന്താണ് വേദാധികാര നിരൂപണം? വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർത്ഥിക്കുന്ന ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. എന്താണ് ചട്ടമ്പി സ്വാമി പറഞ്ഞത്? അവർണർക്കും വേദം പഠിക്കാം. എന്താ പറഞ്ഞത്? അവർണർക്കും വേദം പഠിക്കാമെന്ന് പറഞ്ഞു, അല്ലേ? തീ പോലെയുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന ചട്ടമ്പി സ്വാമിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? സ്വാമി വിവേകാനന്ദനായിരുന്നു. ഓക്കെ, സ്വാമി വിവേകാനന്ദൻ. എന്തായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ വാക്കുകളെ വിശേഷിപ്പിച്ചത്? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ഓക്കെ, ഈ ചട്ടമ്പി സ്വാമിയുടെ വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് കൃതികളും കൂടെ നമുക്ക് നോക്കിയാലോ. മോക്ഷപ്രദീപഖണ്ഡനം, ക്രിസ്തുമതചേതനം, ക്രിസ്തുമതസാരം, നിജാനന്ദ വിലാസം, അദ്വൈത ചിന്താ പദ്ധതി, ജീവകാരുണ്യ നിരൂപണം എക്സെട്ര എല്ലാം എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ മറ്റു കൃതികളാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ.
1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 2, 4 ആണ് ശരി. ഏതൊക്കെയാണ്? പൊടവര കുഞ്ഞമ്പൂ നായർ, കോയിത്താറ്റിൽ ചീരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. ഇവരെ 3 പേരെയാണ് എന്ത് ചെയ്തത്? കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നത്. ആരൊക്കെയാണ്? പൊടവര കുഞ്ഞമ്പൂ നായർ, കോയിത്താറ്റൽ ചീരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. ഓക്കെ. പിന്നെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു, മടത്തിൽ അപ്പുവും കൂടെ ഉണ്ടായിരുന്നു തൂക്കിക്കൊന്നവരുടെ കൂട്ടത്തിൽ. ഓക്കെ. ഇനി ഈ ചൂരിക്കാടൻ കൃഷ്ണൻ നായരെ തൂക്കുകയറിൽ നിന്നും ഒഴിവാക്കി. എന്തുകൊണ്ടായിരുന്നു? പുള്ളിക്ക് പ്രായപൂർത്തിയായില്ല എന്ന് പറഞ്ഞിട്ട് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ബാക്കി 4 പേരെ ആരൊക്കെയാണ്? മടത്തിൽ അപ്പു, പൊടവര കുഞ്ഞമ്പൂ നായർ, കോയിത്താറ്റിൽ ചീരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. ഇവരെ 4 പേരെയും 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ. എന്നായിരുന്നു കയ്യൂർ സമരം നടന്നത്? 1941 മാർച്ച് 28 കയ്യൂർ സമരം നടന്നത്. ഇവരെ തൂക്കിലേറ്റിയത് 1943 മാർച്ച് 29 ഓക്കെ. കയ്യൂർ സമരം നടന്ന നദീതീരം ഏത് നദീതീരത്തായിരുന്നു കയ്യൂർ സമരം നടന്നത്? കാര്യങ്കോട് നദി അഥവാ തേജസ്വിനി നദിയുടെ തീരത്തായിരുന്നു കയ്യൂർ സമരം നടന്നത്. കാര്യങ്കോടൻ നദിക്ക് തേജസ്വിനി നദി എന്ന് പേര് കൊടുത്തത് ആരായിരുന്നു? കന്നഡ സാഹിത്യകാരനായ നിരഞ്ജന. ഓക്കെ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ട് ചിരസ്മരണ എന്ന നോവൽ രചിച്ചതും ഈ നിരഞ്ജനയാണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രി ആരാണ്? ഇ കെ നായനാർ. ഇനി കയ്യൂർ സമരത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ലെനിൻ രാജേന്ദ്രൻ ഒരു സിനിമ സംവിധാനം ചെയ്തായിരുന്നു. ഏതാണെന്നറിയോ? മീനമാസത്തിലെ സൂര്യനാണ് കേട്ടോ, മീനമാസത്തിലെ സൂര്യൻ. ഇനി മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ച് AV കുഞ്ഞമ്പു രചിച്ച കൃതിയാണ് കയ്യൂരും കരിവെള്ളൂരും. മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ച് AV കുഞ്ഞമ്പു രചിച്ച കൃതിയാണ് കയ്യൂരും കരിവെള്ളൂരും. ഇനി VV കുഞ്ഞമ്പു ഒരു കൃതി രചിച്ചിട്ടുണ്ട്. അതേതാണെന്നറിയോ? കയ്യൂർ സമരചരിത്രം എന്ന കൃതി രചിച്ചത് VV കുഞ്ഞമ്പുവും കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതി രചിച്ചത് AV കുഞ്ഞമ്പുവാണ്. ഓക്കെ. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. ഇത് ഓപ്ഷൻസ് നോക്കിയിട്ട് ഒരു ഓപ്ഷനെ തെറ്റായിട്ടുള്ളൂ. ആൻസർ ഓപ്ഷൻ എ കറക്റ്റാണ്, പക്ഷേ ഇത് ഡിലീറ്റ് ആക്കിയിരിക്കുകയാണ്. ചില ക്വസ്റ്റ്യൻസ് PSC എന്തിനാണ് ഡിലീറ്റ് ആക്കുന്നതെന്ന് അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. എന്തായാലും ഒന്ന് നോക്കാം. അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. USA 16ാമത് പ്രസിഡൻ്റായിരുന്നു അബ്രഹാം ലിങ്കൺ. അത് കറക്റ്റാണ്. 1861 ഏപ്രിലിൽ അമേരിക്ക ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അതും കറക്റ്റാണ്. 1865 ഏപ്രിൽ ഔദ്യോഗികമായി യുദ്ധം അവസാനിക്കുകയും ചെയ്തു. അതും കറക്റ്റാണ്. ഇതിനകത്ത് തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയുടെ 13ാം ഭേദഗതി പ്രകാരമാണ് അടിമത്തം അവസാനിപ്പിച്ചത്. അമേരിക്കൻ ഭരണഘടനയുടെ 13ാം ഭേദഗതി പ്രകാരമാണ് അടിമത്തം അവസാനിപ്പിച്ചത്. എന്തുകൊണ്ട് ഡിലീറ്റായി എന്നുള്ളത് അറിയില്ല. ഓപ്ഷൻ എ 1, 2, 3 വേണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാമായിരുന്നു. ഇനി ആരെങ്കിലും ചലഞ്ച് ചെയ്ത് കാണുമായിരിക്കും. ഓക്കെ. അടുത്ത ചോദ്യം 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 1, 3, 4 ഏതൊക്കെയാണ്? ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, ലോകജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, മനുഷ്യൻ്റെ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ഇത് 3ഉം ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളാണ്. ലക്ഷ്യമല്ലാത്ത എന്താണ്? ദേശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അങ്ങനെ ഒരു ലക്ഷ്യം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഇല്ല. ഓക്കെ. അപ്പം ലക്ഷ്യങ്ങളിൽ വരുന്ന എന്താണ്? ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, മനുഷ്യൻ്റെ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ. ഇനി എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായത്? 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായത്. ഓക്കെ. രൂപീകൃതമായ സമയത്ത് തന്നെ ഇന്ത്യയും ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. 1945 ഒക്ടോബർ 25 ഇന്ത്യയും ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി ഏതായിരുന്നു? 1941 അറ്റ്ലാന്റിക് ചാർട്ടർ കാരണമാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാമെന്നൊരു ആശയം വന്നത്. ഓക്കെ. ഇനി 1942 വാഷിംഗ്ടൺ കോൺഫറൻസിൽ വാഷിംഗ്ടൺ ഡിക്ലറേഷനിൽ വെച്ചാണ് UN എന്ന പേര് നിർദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു സംഘടന ഫോം ചെയ്യണമെന്നും അതിന് ഈ പേര് നിർദ്ദേശിക്കാം. സംഘടന ഫോം ചെയ്യണമെന്ന് തീരുമാനിച്ചത് അറ്റ്ലാന്റിക് ചാർട്ടർ പ്രകാരമായിരുന്നു. എന്നാൽ ഈ പേര് നിർദ്ദേശിച്ചത് 1942 വാഷിംഗ്ടൺ ഡിക്ലറേഷനിൽ ആണ് ഈ പേര് നിർദ്ദേശിച്ചത്. ഓക്കെ.
ആരൊക്കെ ചേർന്നാണ് രൂപീകരിച്ചത്? വിൻസ്റ്റൺ ചർച്ചിലും ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും കൂടെ ചേർന്നാണ് UN രൂപീകരിക്കുന്നത്. ഓക്കെ, ഇനി 1943 ടെഹ്റാൻ കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ആരൊക്കെ പങ്കെടുത്തിരുന്നു അതിനകത്ത്? അമേരിക്കയും ബ്രിട്ടനും USSRുമാണ് പങ്കെടുത്തിരുന്നത്. ഓക്കെ, ആരൊക്കെ? അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും USSRൻ്റെയും നേതാക്കളായ റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും സ്റ്റാലിനുമാണ് പങ്കെടുത്തിരുന്നത്. ഓക്കെ, ഇറാനിൽ വെച്ചായിരുന്നു ടെഹ്റാൻ കോൺഫറൻസ് 1943 നടന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ രൂപീകരണ ആശയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ടെഹ്റാൻ കോൺഫറൻസ്. അപ്പം ആദ്യമേ അറ്റ്ലാന്റിക് ചാർട്ടർ 1941 ഇങ്ങനെ ഒരു സംഘടന ഫോം ചെയ്യാമെന്ന് ഇവർ തീരുമാനിക്കുന്നു. 1942 വാഷിങ്ടൺ ഡിക്ലറേഷനിൽ വെച്ചിട്ട് ഈ പേര് നിർദ്ദേശിക്കുന്നു, UN എന്ന പേര് നിർദ്ദേശിക്കുന്നു. 1943 ടെഹ്റാൻ കോൺഫറൻസിൽ വെച്ച് അമേരിക്കയും ബ്രിട്ടനും USSRൻ്റെ നേതാക്കളായ റൂസ്വെൽറ്റും ചർച്ചിലും സ്റ്റാലിനും കൂടെ ചേർന്ന് ഇതിൻ്റെ രൂപീകരണ ആശയം എങ്ങനെ ആയിരിക്കണം, ഇതിൻ്റെ രൂപീകരണവും കാര്യങ്ങളുമൊക്കെ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് 1944 ഡംബാക്ടൺ ഓക്സ് കോൺഫറൻസിൽ ഇതിൻ്റെ ഘടനയെക്കുറിച്ച് ചർച്ച നടത്തുന്നു. അതായത് ഇതിനകത്ത് അംഗങ്ങൾ ആരായിരിക്കണം, ഇതിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ എന്തായിരിക്കണം, ഇതിനകത്ത് പെർമനൻറ്റ് മെമ്പേഴ്സ് ആരായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഡംബാക്ടൺ ഓക്സ് കോൺഫറൻസിലാണ്. അത് 1944 നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രിട്ടനെയും US-നെയും സോവിയറ്റ് യൂണിയനെയും കൂടാതെ ചൈനയും ഈ ഡംബാക്ടൺ ഓക്സ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് 1945 യാൾട്ട കോൺഫറൻസിലാണ് തീരുമാനമെടുക്കുന്നത്. UN എന്തായാലും സ്ഥാപിക്കാം എന്ന തീരുമാനം അവർ ഉറപ്പിക്കുന്നത് യാൾട്ട കോൺഫറൻസിലാണ്, 1945 യാൾട്ട കോൺഫറൻസിൽ. ഓക്കെ, അപ്പം ഈ ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാത്തവർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് വർഷം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ സ്ഥിരമായിട്ട് ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ മിക്കപ്പോഴും കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പം 10th ലെവലിലുമൊക്കെ ചോദിക്കുക ഇനി മുതൽ. ഓക്കെ, അപ്പം അറിഞ്ഞുകൂടാത്തവർ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം രൂപീകരിക്കാൻ അങ്ങനെ ഒരു UN എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കാം, രണ്ടാം ലോക മഹായുദ്ധാനന്തരമുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടൊരു സംഘടന രൂപീകരിക്കാം എന്ന് വിചാരിക്കുന്നത് 1941 അറ്റ്ലാന്റിക് ചാർട്ടറിലൂടെയാണ്. ഓക്കെ, 1942 വാഷിങ്ടൺ ഡിക്ലറേഷനിലൂടെ UN എന്ന പേര് നിർദ്ദേശിക്കുന്നു. 1943 ടെഹ്റാൻ കോൺഫറൻസിലൂടെ റൂസ്വെൽറ്റും ചർച്ചിലും സ്റ്റാലിനും കൂടെ ചേർന്ന് ഈ രൂപീകരണ ആശയത്തിന് തുടക്കം കുറിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1944 ഡംബാക്ടൺ ഓക്സ് കോൺഫറൻസിലെ ഇതിൻ്റെ ഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിൽ ചൈനയും കൂടെ പങ്കെടുക്കുന്നു ഡംബാക്ടൺ ഓക്സ് കോൺഫറൻസിൽ. 1945 യാൾട്ട കോൺഫറൻസിലൂടെ ഫൈനലൈസ് ചെയ്തു, എന്തായാലും രൂപീകരിക്കാമെന്ന് ഫൈനലൈസ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1945 തന്നെ സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസിലൂടെ UN ചാർട്ടർ നിലവിൽ വരുന്നു. UN ഒരു ഭരണഘടന നിലവിൽ വരുന്നു. UN നിലവിൽ വരുന്നു, രാജ്യങ്ങൾ ഒപ്പുവെക്കുന്നു. 50ഓളം രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത്. ഇന്ത്യയും അതിലുണ്ടായിരുന്നു. അന്ന് നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയാണ്. ഓക്കെ, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആർക്കോട്ട് സ്വാമി മുസ്ലിയാരാണ് ഒപ്പുവെക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് UNൻ്റെ നാൾവഴി. അറിഞ്ഞുകൂടാത്തവർ ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് കേട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 3, 4 ശരി. എന്താണ്? രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമുണ്ട്. ഓക്കെ, ഇനി പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതെന്നാണ്? 1914 പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് പാമ്പൻ പാലം എന്ന് പറയുന്നത്. ഓക്കെ, 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തതാരാണ്? മോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അപ്പം ഇനി പാമ്പൻ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മീറ്റർ ഉയരമുണ്ട്? 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമുണ്ട്. അടുത്ത ചോദ്യം നോക്കിയേ. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് 2, 3, 4. ഓക്കെ, ഇത് ഇത്രയുമാണ് ശരി. സിന്ധു നദി നംജബർവെ കീറിമുറിച്ച് ഒഴുകുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. എന്തിനെ കീറിമുറിച്ചാണ് സിന്ധു നദി ഒഴുകുന്നത്? സിന്ധു നദി ലഡാക്ക് സസ്കർ പർവ്വതനിരകൾക്കിടയിലൂടെയാണ് ഒഴുകുന്നത്. ലഡാക്ക് സസ്കർ പർവ്വതനിരകൾക്കിടയിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹാബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. കോസി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഓക്കെ,
അപ്പം ശരിയായത് ഏതാണ്? സിന്ധു നദി ലഡാക്ക്, സസ്കർ എന്ന ആഴമേറിയ താഴ്വരകളിലൂടെയാണ് ഒഴുകുന്നത്. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴിയാണ്, അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. കോസി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ ബി അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വേഗതയേറിയ സമുദ്രജല പ്രവാഹമാണ് ഗൾഫ് സ്ട്രീം. എല്ലാവർക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ലേ ഈ സമുദ്രജല പ്രവാഹങ്ങൾ. അപ്പോൾ നമുക്കിന്ന് അറ്റ്ലാന്റിക് ഓഷൻ്റെ സമുദ്ര ജലപ്രവാഹങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, പയ്യെ പോകെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള ഓഷൻസിൻ്റെയും കൂടെ പഠിക്കാം. ഇന്ന് നമുക്ക് അറ്റ്ലാന്റിക്കിൻ്റെ പഠിക്കാം. ഓക്കെ, അപ്പം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഒരെണ്ണം ഗൾഫ് സ്ട്രീം. പിന്നെ ഏതൊക്കെയുണ്ട്? ലാബ്രഡോർ, ബെങ്ക്വേല, കാനറി, നോർവീജിയൻ, ഫ്ലോറിഡ കറണ്ട്. ഇത് ഇത്രയും അറ്റ്ലാന്റിക്കിൻ്റെ കറൻസാണ്. ഏതൊക്കെയാണ്? ഗൾഫ് സ്ട്രീമുണ്ട്, ബെങ്ക്വേല, ലാബ്രഡോർ, കാനറി, നോർവീജിയൻ, ഫ്ലോറിഡ. ഒന്നും കൂടെ കേട്ടു നോക്കൂ. ഗൾഫ് സ്ട്രീമുണ്ട്, ലാബ്രഡോറും ബെങ്ക്വേലയും, പിന്നെ കാനറിയും നോർവീജിയനും ഫ്ലോറിഡയും. ഓക്കെ, ഇത്രയും കറൻസ് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ കറൻസാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്രമേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഓക്കെ, അപ്പം ഇതിനകത്ത് ശരിയായ ജോഡി എന്ന് പറയുന്നത് 1, 2, 3 ആണ് ശരി. ഇന്ത്യൻ മഹാസമുദ്രം ഏതാണ്? സൈക്ലോൺ ആണ് അല്ലേ, സൈക്ലോൺ. അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രം ഏതാണ്? ഹാരിക്കെയിൻ ആണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലും കരീബിയൻ സമുദ്രത്തിലും വീശുന്നത് ഏതാണ്? ഹാരിക്കെയിൻ ആണ്. ചൈന കടലിലും പസഫിക് സമുദ്രത്തിലും ടൈഫൂൺ ആണ് വീശുന്നത്. ഇനി ടൊർണാഡോ എവിടത്തെയാണ്? ടൊർണാഡോ അമേരിക്കയിലെയാണ് കേട്ടോ. ടൊർണാഡോ അമേരിക്കയിലെയാണ്. പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രത്തിലെ ചക്രവാതം ഏതാണ്? വില്ലി വില്ലീസ്. ഓക്കെ, അപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സൈക്ലോൺ ആണ്. അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രത്തിലെ ഹാരിക്കെയിൻ ആണ്. ചൈന കടൽ, പസഫിക് സമുദ്രത്തിലെ ടൈഫൂൺ ആണ്. പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രത്തിലാണെങ്കിൽ വില്ലീസ് ആണ്. ടൊർണാഡോ വരുന്നത് അമേരിക്കയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, കേരളമാണ് ഇന്ത്യയിലെ തന്നെ റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം. എത്രയാണ്? 548 km/100 സ്ക്വയർ മീറ്റർ ആണ് കേരളത്തിൻ്റെ റോഡ് സാന്ദ്രത. ഓക്കെ, 548 km/100 സ്ക്വയർ മീറ്റർ ആണ് കേരളത്തിൻ്റെ റോഡ് സാന്ദ്രത. അടുത്ത ചോദ്യം നോക്കിയേ. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ്? പാമ്പാടുംചോല നാഷണൽ പാർക്കാണ്. പാമ്പാടുംചോല നാഷണൽ പാർക്ക്. ഓക്കെ, ചോദ്യം 12. ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? എന്തിനെയാണ്? ഓപ്ഷൻ ബി കുത്തിനെയുള്ള ചരിവിനെയാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായിട്ടാണ് കോണ്ടൂർ രേഖകൾ വരയ്ക്കുന്നതെങ്കിൽ അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കുത്തനെ ഉള്ള ചരിവിനെയാണ് സൂചിപ്പിക്കുന്നത്. അകലെ ആണെങ്കിലോ അധികം കുത്തനെ അല്ലാത്ത ചരിവല്ലേ? നോർമലായിട്ടുള്ള ചരിവേ കാണുള്ളൂ. കുത്തനെയുള്ള ചരിവാകുമ്പോഴാണ് അടുത്തടുത്ത് കോണ്ടൂർ രേഖകൾ വരുന്നത്. ഓക്കെ, നദി, കുന്ന്, താഴ്വാര, ഓക്കെ, റോഡ്, റെയിൽ, വനം, താമസ സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ വിശദമായിട്ടുള്ള പിക്ചർ കാണിക്കുന്നതാണ് ഈ ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഒരു ലാർജ് സ്കെയിൽ മാപ്പാണ് ധരാതലീയ ഭൂപടം അഥവാ ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മാപ്സിനെ കുറിച്ച് നമുക്ക് സോഷ്യൽ സയൻസിനകത്ത് പഠിക്കാനുണ്ട്. SCERT ക്ലാസ്സസ് നടക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പം കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക. 5th സ്റ്റാൻഡേർഡ് തൊട്ടേ ഉണ്ട് ഭൂപടങ്ങളെന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട് സോഷ്യൽ സയൻസിനകത്ത്. അപ്പം അതിനകത്ത് നമ്മൾ ഓൾഡ് SCERTയുടെ ഫാക്സും കവർ ചെയ്യും, ന്യൂ SCERTയുള്ള ഫാക്സും കവർ ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, ബേസിക് സയൻസിലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബേസിക് സയൻസ് 5th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം, കാണാത്തവർ കയറി കണ്ടു നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. നികുതി, പൊതുചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെൻറ് നയം അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ധനനയം. മോണിറ്ററി പോളിസിയാണ് അല്ലേ? ഫിസ്ക്കൽ പോളിസിയാണ് ധനനയം. ഓക്കെ, നികുതി, പൊതുചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെൻറ് നയം അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ ബി ധനനയം. പണനയമാണ് മോണിറ്ററി പോളിസി വരുന്നത്.
അടുത്ത ചോദ്യം നോക്കിയേ. ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി, വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. എന്താണ്? വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. അടുത്ത ചോദ്യം നോക്കിയേ. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ഓപ്ഷൻ ഡി, ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. ചിലർക്കെങ്കിലും ഡൗട്ട് അടിച്ച് കാണും. ഏതാണ്? നബാർഡിനെ കുറിച്ചാണ് പറയുന്നത്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. എന്നാണ് നബാർഡ് സ്ഥാപിതമായത്? 1982 ജൂലൈ 12 ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നബാർഡ് സ്ഥാപിതമായത്. ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. മുംബൈ. ഓക്കെ. അടുത്ത ചോദ്യം. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സുരക്ഷ 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി, ഒഡീഷയാണ്. 2025 ഹെൽത്ത് ഇൻഡെക്സ് പ്രകാരമാണ്. ഓപ്ഷൻ ബി, ഒഡീഷയാണ് മുന്നിൽ നിൽക്കുന്നത്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി, ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പാക്കിയത് 68-70 കാലയളവിലെന്ന് പറയുന്നതാണ് തെറ്റ്. ഏത് കാലഘട്ടത്തിലായിരുന്നു? 78-80 കാലഘട്ടത്തിലായിരുന്നു റോളിംഗ് പ്ലാൻ നടന്നിരുന്നത് അല്ലേ? 1975 74 മുതൽ 79 വരെ രൂപീകരിച്ചിരുന്ന 5-ാം പഞ്ചവത്സര പദ്ധതി 1977 റദ്ദാകുകയും പിന്നീട് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ഭരണത്തിൽ നിന്ന് താഴെ ഇറങ്ങുകയും തുടർന്ന് വന്ന മൊറാർജി ദേശായി ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരവുമാണ് റോളിംഗ് പ്ലാൻ നടപ്പാക്കിയിരുന്നത് അല്ലേ? കോൺഗ്രസ് ആദ്യമായി ഭരണത്തിൽ വന്ന കോൺഗ്രസ് പാർട്ടിയായിരുന്നു മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ്. ഓക്കെ. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കിയേ. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951-56 ആണ്. അതെ, അത് കറക്റ്റാണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതും കറക്റ്റാണ്. 11-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007-2012 ആയിരുന്നു. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയേ. 2025-2026 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? എത്ര കാർഷിക ജില്ലകളാണ്? ഓപ്ഷൻ എ, 100 കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്. ഏത് പദ്ധതിയാണ്? 2025-2026 പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതി. ഓക്കെ. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ ഡി, സച്ചിദാനന്ദ സിൻഹയായിരുന്നു. സ്ഥിര അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു പിന്നീട് തിരഞ്ഞെടുത്ത സ്ഥിര അധ്യക്ഷൻ. ഓക്കെ. 2 വൈസ് പ്രസിഡന്റ്സ്മാരും ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? VT കൃഷ്ണമാചാരിയും HC മുഖർജിയുമായിരുന്നു വൈസ് പ്രസിഡൻസ്. ഓക്കെ. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഏതാണ് നോക്കിയ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടൻ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക, അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡ, നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? 2 മാത്രമാണ് ശരി. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. അത് മാത്രമാണ് കറക്റ്റ്. ഓക്കെ. ഇനി മൗലികാവകാശങ്ങൾ എന്ന ആശയം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ് കടമെടുത്തത്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് അല്ലേ കടമെടുത്തത്. അതുകൊണ്ടാണ് 1ാമത് തെറ്റായത്. ഫ്രാൻസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 7 മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. 7 ആണോ? അല്ല, 6 മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 42ാം ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86ാമത് ഭേദഗതി നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതി. 52ാമത് ഭേദഗതി ഏതാണ്? കൂറുമാറ്റ നിരോധന നിയമം. ഓക്കെ, കൂറുമാറ്റ നിരോധന നിയമം. അടുത്ത ചോദ്യം നോക്കിയേ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അയിത്താചാര നിർമ്മാർജ്ജനം. അത് അതിനകത്ത് വരുന്നതാണ്, മൗലികാവകാശങ്ങളിൽ വരുന്നതാണ് അല്ലേ? ഓക്കെ. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം ഏതാണ്? നിർദ്ദേശക തത്വങ്ങളാണ്. 39D. രാജ്യത്തിന് മുഴുവൻ ബാധകമായ ഏകീകൃതമായ ഒരു സിവിൽ നിയമസംഹിത ആർട്ടിക്കിൾ 44 DPSP. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ആർട്ടിക്കിൾ 40 DPSP. അയിത്ത നിർമ്മാർജ്ജനം ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്.
ഓക്കെ, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസ്സായ ആർട്ടിക്കിൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേന്ദ്രകാര്യ നിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ? 1ഉം 2ഉം മാത്രമാണ് ശരി. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. രാഷ്ട്രത്തിന്റെ തലവൻ ആരാണ്? പ്രസിഡന്റാണ്. ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് തെറ്റിയതെന്ന് നോക്കിയേ. ഭരണഘടനയുടെ 91ാമത് ഭേദഗതി അനുസരിച്ച് കേന്ദ്രമന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 20%, 15% കൂടാൻ പാടില്ല. ഇതാണ് 91ാമത് ഭേദഗതിയിൽ പറയുന്നത്. 15% കൂടാൻ പാടില്ല. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്, വനമാണ്. എന്തൊക്കെ വരും കൺകറന്റ് ലിസ്റ്റിൽ? ഒരു 5 എണ്ണം ഭേദഗതി, 42ാം ഭേദഗതി പ്രകാരം ഒരു 5 എണ്ണം കൺകറന്റ് ലിസ്റ്റിൽ ചേർത്തായിരുന്നു. ഇതൊക്കെയായിരുന്നു വിദ്യാഭ്യാസം, വനം, അളവുതൂക്ക സമ്പ്രദായം, പിന്നെ വേറെന്തൊക്കെയായിരുന്നു? വന്യജീവികൾ, പക്ഷികൾ എന്നിവയുടെ സംരക്ഷണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണസമ്പ്രദായ ഘടന. ഓക്കെ, ഇത് ഇത്രയുമായിരുന്നു 5 എണ്ണം. പിന്നെ വേറെന്തൊക്കെ വരാം കൺകറന്റ് ലിസ്റ്റിനകത്ത്? വൈദ്യുതി, വില നിയന്ത്രണം, വിവാഹമോചനം, ട്രസ്റ്റുകൾ, ഫാക്ടറികൾ, പത്രം, പുസ്തകം, അച്ചടിശാല, മായം ചേർക്കൽ, ദത്തെടുക്കൽ, ജനന മരണ രജിസ്ട്രേഷൻ, ഇവയെല്ലാം എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രമാണ് ശരി. സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്നതിനായി ഓരോ 10 വർഷമല്ല 5 വർഷം കൂടുന്തോറും സംസ്ഥാന ഗവൺമെൻറ് ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഓക്കെ, ഏതാണ്? 243 ആണ് ധനകാര്യ കമ്മീഷനുമായിട്ട്, സംസ്ഥാനങ്ങളിലെ ധനകാര്യ കമ്മീഷനുമായിട്ട് വരുന്ന ആർട്ടിക്കിൾ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ സി രാംനാഥ് കോവിന്ദ്. ചോദ്യം 28. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേരെന്താണ്? വിദ്യാസമുന്നതി. എന്താണ്? കേരളത്തിലെ മുന്നാക്ക സമ്പ്രദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് EWS അല്ലേ? വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി വിദ്യാസമുന്നതി. എന്താണ് സ്നേഹസ്പർശം? അവിവാഹിതരായ അമ്മമാർക്കുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി. ഓക്കെ, ഇനി സ്നേഹപൂർവ്വം പദ്ധതിയാണെങ്കിലോ മാതാപിതാക്കൾ രണ്ടുമോ അല്ലെങ്കിൽ ഏതെങ്കിലും മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളോ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ബന്ധുജനങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നൽകുന്ന സാമ്പത്തിക സഹായവും പോഷകാഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായവും ഒക്കെ ചേർന്നിട്ടുള്ളൊരു പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി എന്ന് പറയുന്നത്. ഇനി വിദ്യാകിരണം പദ്ധതി എന്താണ്? വിദ്യാകിരണം പദ്ധതി ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക്, അതായത് 40% കൂടുതൽ ഭിന്നശേഷി ഉണ്ടായിരിക്കണം, BPL വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. അങ്ങനെ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് ഉള്ള സാമ്പത്തിക സഹായം പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന ഗവൺമെൻറ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന അത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായ പദ്ധതിയാണ് ഏതാണ്? വിദ്യാകിരണം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, വിദ്യാകിരണം പദ്ധതിയും ഈ സ്നേഹപൂർവ്വം പദ്ധതിയൊക്കെ സാമൂഹിക സുരക്ഷാ മിഷന് കീഴിൽ വരുന്ന പദ്ധതികളാണ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഓപ്ഷൻ എ മുഖ്യമന്ത്രിയാണ്. ചോദ്യം 30. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഭരണഘടനയുടെ 73ാമത്തെ ഭേദഗതി പഞ്ചായത്തുകളിലെയും 74ാം ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെയും പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചുള്ളതാണ്. ഓക്കെ, 73ഉം 74ഉം. 73 ഏതാണ്?
പഞ്ചായത്തുകളെക്കുറിച്ചും 74 മുനിസിപ്പാലിറ്റികളെക്കുറിച്ചുമുള്ളതാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിൻ്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. കേരള സംസ്ഥാന പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി യോദ്ധാവാണ്. യോദ്ധാവ്. ഓക്കെ, അടുത്ത ചോദ്യം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്താണ്? ഓപ്ഷൻ എ സിറോഫ്താൽമിയ. കാഴ്ച 0 ആവും. ഓക്കെ, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്താണ്? സിറോഫ്താൽമിയ. ഓക്കെ, ഗ്ലോക്കോമ ആണെങ്കിൽ കണ്ണിലുണ്ടാകുന്ന പ്രഷർ കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. വർണ്ണാന്തത എന്താണ്? ചില നിറങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് വർണ്ണാന്തത അഥവാ ഡാൽട്ടനിസം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏതാണ്? ഓപ്ഷൻ ഡി റെഡ് റിബൺ ക്ലബ്ബാണ്. റെഡ് റിബൺ ക്ലബ്ബ്. അടുത്ത ചോദ്യം. മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം ശരിയാണ്. പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ ശരീരത്തിൽ 206 അസ്ഥികളാണുള്ളത്. മനുഷ്യരിൽ 12 ജോഡി വാരിയലുകൾ കാണുന്നുണ്ട്. ഓക്കെ, 12 ജോഡി അല്ലെങ്കിൽ 24 വാരിയലുകൾ കാണുന്നുണ്ട്. ഇനി മനുഷ്യൻ്റെ തലയോട്ടിയിൽ മാത്രമായിട്ട് എത്ര അസ്ഥികളാണ് കാണുന്നത്? 22 അസ്ഥികളാണ് തലയോട്ടിയിൽ മാത്രമായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. അമൃതാദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി വനസംരക്ഷണമാണ്. വനസംരക്ഷണം. ചോദ്യം 36. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോനോലേഡി എന്ന മനുഷ്യപൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ഓപ്ഷൻ ബി റൈസിംഗ് സ്റ്റാർ കേവിൽ നിന്നാണ്. റൈസിംഗ് സ്റ്റാർ കേവിൽ നിന്ന്. ചോദ്യം 37. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? സുനിത വില്യംസിനെയാണ്. സുനിത വില്യംസിനെ. ഓക്കെ, സുനിത വില്യംസ് റീസെൻ്റ്ലി നാസയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുനിത വില്യംസിനെയാണ്. അടുത്ത ചോദ്യം. ദൃശ്യപ്രകാശത്തിൻ്റെ ആവൃത്തി F1ഉം മൈക്രോവേവിൻ്റെ ആവൃത്തി F2ഉം എക്സ് കിരണങ്ങളുടെ ആവൃത്തി F3യും ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. F3, F1, F2 ആണ് കറക്റ്റ്. ഓക്കെ, ഒരു പ്രൊജക്ടൈലിൻ്റെ പറക്കൽ സമയം 2 സെക്കൻഡാണ്. അതിൻ്റെ പരമാവധി ഉയരം കണക്കാക്കുക. ഓപ്ഷൻ ബി ആണ് 5 മീറ്റർ. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെ? 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രം ശരിയാണ്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇനി ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യമാണ്. ധ്രുവപ്രദേശങ്ങളിലെ ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? ഓപ്ഷൻ എ ആണ് SDX-1 ആൻഡ് SDX-2. ഏതാണ്? ചേസറും ടാർജറ്റും ആണ് അല്ലേ? ചേസറും ടാർജറ്റും അതിൻ്റെ മറ്റു പേരുകളാണ് SDX-1ഉം SDX-2ഉം. ഓക്കെ, അടുത്ത ചോദ്യം. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക. അപ്പം ട്രാൻസ് യുറേനിയം മൂലകം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഫെർമിയമാണ്. ഫെർമിയം. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തെക്കുറിച്ച് ശരിയായവ കണ്ടെത്തുക. 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് ശരി. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡാകൃതിയാണ്. രൂക്ഷ ഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ് അമോണിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രക്രിയ എന്തെന്നാണ് പറയുന്നത്? നമ്മൾ ഹേബർ പ്രക്രിയ എന്നാണ് പറയപ്പെടുന്നത്. ഹേബർ പ്രക്രിയ. ഓക്കെ, അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ഏത് വാതക നിയമത്തെയാണ്? ഓപ്ഷൻ സി ഗേ-ലൂസാക് നിയമത്തെയാണ്. ഗേ-ലൂസാക് നിയമം. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടുന്നു. ടെമ്പറേച്ചർ ഇവിടെ അളന്നിരിക്കുന്നത് ഏതാണ്? കെൽവിൻ സ്കെയിലിലാണ്. കെൽവിൻ സ്കെയിലിൽ. ഓക്കെ, വാതക നിയമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാവരും നന്നായിട്ട് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ കേട്ടോ. അടുത്ത ചോദ്യം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഏത് അലോഹ മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ഓപ്ഷൻ എ സൾഫറിൻ്റെയാണ്. സൾഫർ. ചോദ്യം 46. തൃശ്ശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? ഓപ്ഷൻ സി ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാൻ.
അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആരാണ്? ഓപ്ഷൻ ഡി സുഖ്ജിത് സിംഗ് ആണ്. സുഖ്ജിത് സിംഗ്. ബാക്കി മനു ഭാക്കറിനും ഗുകേഷിനും ഹർമൻപ്രീത് സിംഗിനും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വേറൊരാൾക്കും കൂടെ കിട്ടിയായിരുന്നു. ആർക്കായിരുന്നു? പ്രവീൺ കുമാറിന്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാറിനും കിട്ടിയായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ ബി 1ഉം 2ഉമാണ്. പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു, സംസ്കൃത വിദ്യാലയവും സ്ഥാപിച്ചു. ഓക്കെ, ഇത് വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥമാരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ. ഓക്കെ, പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് ആര്? ഏലിയാസ് ചാവറയച്ചൻ അല്ലേ? അടുത്ത ചോദ്യം, ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി 1ഉം 2ഉമാണ്. കീചകവധവും ഉത്തരാസ്വയംവരവും ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകളിൽ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അടുത്തത്, നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ഓപ്ഷൻ എ ഗായത്രി സ്പിവാക്. ഗായത്രി സ്പിവാക് ആണ്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് ഗായത്രി സ്പിവാക്. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ വീഡിയോ പൗസ് ചെയ്ത് വെച്ചിട്ട് മാത്സ് ക്വസ്റ്റ്യൻസ് ചെയ്തു പോവുക. ഓക്കെ, മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, ഇംഗ്ലീഷിൻ്റെ ചോദ്യമാണേ. ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് ഓഫ് ദി സെൻറ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രമാറ്റിക്കൽ എറർ. It actually does take place and the water on this area is forbidden. ഇതിനകത്ത് മിസ്റ്റേക്കുള്ള പോർഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ വാട്ടർ ഓൺ ദിസ് ഏരിയ എന്ന് പറയുന്നതാണ് മിസ്റ്റേക്ക്. ഓക്കെ, എങ്ങനെ വരിക? ഇറ്റ് ആക്ച്വലി ഡസ് ടേക്ക് പ്ലേസ് ആൻഡ് ദ വാട്ടർ ഇൻ ദിസ് ഏരിയ ഇസ് ഫോർബിഡൻ എന്നാണ് വരിക. ഇൻ ദിസ് ഏരിയ. ഓക്കെ, അടുത്ത ചോദ്യം, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ വേർഡ് ഇൻഡിഫാറ്റിഗബിൾ. ഇൻഡിഫാറ്റിഗബിളിൻ്റെ ആൻറ്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻഡോളൻ്റ് ആണ്. ഇൻഡോളൻ്റ്. ഓക്കെ, ഇൻഫാറ്റിഗബിൾ, ഇൻഡോളൻ്റ്. ഇൻഫാറ്റിഗബിൾ ആൻറ്റോണിം ഇൻഡോളൻ്റ്. അടുത്ത ചോദ്യം, റീഅറേഞ്ച് ദ പാർട്സ് ഓഫ് ദി സെൻറ്റൻസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. RPSQ ആണ് കറക്റ്റ്. എന്താണ്? ദ ലാക്ക് ഓഫ് ആൻ അഡ്യൂക്കേറ്റ് വാർണിംഗ് സിസ്റ്റം. The tsunami of 2004 devastated a large portion of the coastal regions of Tamil Nadu. എന്താണ്? The lack of adequate warning system. The tsunami in 2004 devastated a large portion of the coastal regions of Tamil Nadu. അടുത്ത ചോദ്യം, സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൻ സെൻറ്റൻസ്. ഇൻഡയറക്റ്റ് ഫോം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ജോൺ സെഡ് ടു ടീന വെർ വെർ യു ഗോയിങ്. ഏതാണ് ആൻസർ വരുന്നത്? ജോൺ ആസ്ക് ടീന വെർ ഷീ ഹാഡ് ബീൻ ഗോയിങ്. ഓക്കെ, അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. ഓപ്ഷൻ സി ആണ് അക്വൈൻറ്റൻസ്. അക്വൈൻറ്റൻസിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ACQUAINTANCE ആണ് അക്വൈൻറ്റൻസ്. അക്വയുടെ സ്പെല്ലിംഗ് എന്താണ്? ACQUA, അക്വ. പിന്നെ ഇൻറ്റൻസ്. ഓക്കെ, ACQUAINTAN, ടാൻ, CE, ടെൻസ്, അക്വൈൻറ്റൻസ്. അടുത്ത ചോദ്യം, ഇഫ് ഷീ ഹാഡ് ടേക്കൺ ദ മെഡിസിൻ ഷീ വുഡ് ഹാവ് ഫെൽറ്റ് ബെറ്റർ. ഇഫ് ക്ലോസിൻ്റെ തേർഡ് കണ്ടീഷനാണ് അല്ലേ? ഇഫ് ഷീ ഹാഡ് ടേക്കൺ ദ മെഡിസിൻ ഷീ വുഡ് ഹാവ് ഫെൽറ്റ് ബെറ്റർ. ഓക്കെ, ഹാഡ് പ്ലസ് V3 വരുമ്പോൾ സെക്കൻഡ് പാർട്ടിൽ എന്ത് വേണം? വുഡ് ഹാവ് പ്ലസ് V3 വരണം. ഇഫ് ഷീ ഹാഡ് ടേക്കൺ ദ മെഡിസിൻ ഷീ വുഡ് ഹാവ് ഫെൽറ്റ് ബെറ്റർ. ഓക്കെ, അടുത്ത ചോദ്യം, എവറി സ്കൂൾ ആൻഡ് കോളേജ് ഹാസ് എ ലൈബ്രറി. ദ സ്റ്റുഡൻസ് along with their friends visit the library. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. എവറി സ്കൂൾ ആൻഡ് കോളേജ്, രണ്ടും സ്കൂൾ ആൻഡ് കോളേജ് ഒറ്റ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ചേർന്ന് നിൽക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ സിംഗുലർ വന്നത്. ഓക്കെ, എവറി സ്കൂൾ ആൻഡ് കോളേജ് ഹാസ് എ ലൈബ്രറി. ദി സ്റ്റുഡൻസ് along വിത്തിന് മുമ്പ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വിസിറ്റ് എന്നേ വരുള്ളൂ. ദി സ്റ്റുഡൻസ് along with their friends visit the library. ഓക്കെ, അടുത്ത ചോദ്യം, ഹിസ് വൈഫ് കാൺട്ട് ഡാഷ് ഹിസ് ടെറിബിൾ ബിഹേവിയർ എനിമോർ. ഏതാണ്? പുട്ടപ്പ് വിത്ത് എന്താ? ടോളറേറ്റ് ചെയ്യാൻ വയ്യ, സഹിക്കാൻ വയ്യ അല്ലേ? ഹിസ് വൈഫ് കാൺട്ട് പുട്ട് അപ്പ് വിത്ത് ഹിസ് ടെറിബിൾ ബിഹേവിയർ എനിമോർ. ഓക്കെ, അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ്. കോമ്പൗണ്ട് വേർഡ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. പറഞ്ഞിരിക്കുന്ന എല്ലാം കോമ്പൗണ്ട് വേർഡാണ്. വോൾവിൻഡ്,
ബ്ലാക്ക് ബോർഡ്, ബ്ലാക്ക് സ്മിത്ത് എല്ലാം കോമ്പൗണ്ട് വേർഡാണ്. അടുത്ത ചോദ്യം, ഹാവ് ദ വൈപ്പ് ഹാൻഡ് മീൻസ്. ഹാവ് ദ വൈപ്പ് ഹാൻഡ് മീൻസ് എന്താണ്? ടു ബി ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ. ടു ബി ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ എന്താണ്? ഹാവ് ദ വൈപ്പ് ഹാൻഡ്. അടുത്ത മലയാളം ചോദ്യമാണ്. ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രൻ ആരാണ്? ഓപ്ഷൻ ബി സൗമിത്രേ. സുമിത്രയുടെ പുത്രൻ എന്താണ് പറയുന്നത്? സൗമിത്രേ. പര്യായപദം. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് മാവിൻ്റെ പര്യായപദം എഴുതുക. ഏതാണ് മാവിൻ്റെ പര്യായപദം? ചൂതമാണ്. ചൂതം, മാവ്. ഓക്കെ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? തി. ഇത്തി എന്ന് പറയുന്നതാണ് സ്ത്രീലിംഗ പ്രത്യയം എന്ന് പറയുന്നത്. ഇത്തി, ഇച്ചി ഒക്കെ പറയുന്നത് സ്ത്രീലിംഗ പ്രത്യയമാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഗൗരവം. ഗൗരവത്തിൻ്റെ വിപരീതം എന്താണ്? ലാഘവം. ഗൗരവം, ലാഘവം. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. ഓക്കെ. ഇനി കേട്ടു എന്ന പദം പിടിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ കേൾ പ്ലസ് തു ആണ് കേട്ടു. കേൾ പ്ലസ് തു കേട്ടു. കണ്ണടച്ചിട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. കണ്ണടച്ചിട്ടാക്കുക എന്താണ്? സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. ആർ ഏത് ബഹുവചനത്തിൻ്റെ പ്രത്യയമാണ്? പൂജക ബഹുവചനത്തിൻ്റെയാണ് അല്ലേ? ആർ എന്ന് പറയുന്നത് പൂജക ബഹുവചനത്തിൻ്റെ പ്രത്യയമാണ്. ഓക്കെ. അടുത്തത് ഡിലീറ്റഡ് ആണ്. ദുഷ്യന്തൻ്റെ വെള്ളക്കുതിര ഇന്നലെ വേഗമോടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏതാണ്? ആഖ്യാതം ഏതാണ്? ഓടി. ഓക്കെ. ആഖ്യാതം ഏതാണ്? ഓടി എന്ന് പറയുന്നതാണ് ആഖ്യാതം. അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരൊക്കെയാണ്? 1, 2, 3. ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ. ഇവർ 3 പേരെയും അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ടതാണ്. ഓക്കെ. കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും. ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കുമെന്ന് പറയുന്നതാണ് ശരിയല്ലാത്തത്. അടുത്ത ചോദ്യം, തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? ഓപ്ഷൻ ഡി വെൽഫെയർ ഓഫീസർ. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാൻമാർഗിക സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗം അല്ലാത്തത് ആരാണ്? ഓപ്ഷൻ ബി പോലീസ് DGP ആണ്. ചോദ്യം 85, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ എന്ന് തിരഞ്ഞെടുക്കുക. 1, 3 മാത്രമാണ് ശരി. തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ. അടുത്ത ചോദ്യം, മനുഷ്യാവകാശ കമ്മീഷൻ്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? ഏതെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്യാനൊന്നും മനുഷ്യാവകാശ കമ്മീഷൻ അധികാരമില്ല. ഓക്കെ. അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? ഓപ്ഷൻ ഡി സുപ്രീം കോടതി ജഡ്ജിയായിരുന്നതോ ആയ ഒരു വ്യക്തിയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല? 1 വർഷം. ഓക്കെ. മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? IG റാങ്കിൽ കുറയാത്ത ഓഫീസറെയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ തടയുന്നതിന് ശുപാർശ ചെയ്യേണ്ട കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നവയിൽ ആരാണ്? ഓപ്ഷൻ സി നിയമമന്ത്രിയാണ്. നിയമമന്ത്രി. 91 വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? ഓപ്ഷൻ സി 48 മണിക്കൂർ. ഓപ്ഷൻ സി 48 മണിക്കൂർ. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. ഇനി വിവരം ലഭിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? ഓപ്ഷൻ എ 19 ആണ്. 19. 94 വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 രൂപ വീതം ഓരോ ദിവസവും പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാണ്? 25,000. ചോദ്യം 95 വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ സി 1, 2, 3. ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയും സുരക്ഷിതത്വയും മറ്റും ഹാനികരമായി ബാധിക്കുന്നവ, വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച രഹസ്യവിവരം, അറസ്റ്റിനെയോ പ്രോസിക്യൂഷൻ്റെ നടപടിക്രമത്തെയോ തടസ്സപ്പെടുത്തുന്ന വിവരം. അടുത്ത ചോദ്യം, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിൻ്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ഓപ്ഷൻ സി ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ. 97
മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതി ഏത്? ഓപ്ഷൻ സി, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. 98. അബ്രഹാം മസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ സി, ആത്മസാക്ഷാത്കാരം. 99. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി, 2, 3 മാത്രം ശരിയാണ്. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. ഭാവിയിൽ സംഭവിക്കുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. ചോദ്യം 100. ഹോവാർഡ് ഗാർഡനറിൻ്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? ഓപ്ഷൻ ഡി, സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. അപ്പോൾ ഇത്രയുമാണ് 100 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ എക്സാമിന് പോകുന്നതിന് മുന്നായിട്ട് എന്തായാലും ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പം നമ്മുടെ ചാനലിലൂടെ PYQ ഡിസ്കഷൻസിന് പുറമെ SCRT ക്ലാസ്സസും ചെയ്യുന്നുണ്ട്. SCRT 5th സ്റ്റാൻഡേർഡ് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബേസിക് സയൻസിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ പ്ലേലിസ്റ്റ് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, സോഷ്യൽ സ്റ്റഡീസിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുക. കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.